പ്രവർത്തന റിപ്പോർട്ട് കോട്ടക്കുന്ന് ALP സ്കൂളിന്റെ 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. ആമുഖം. അറിവിന്റെ തൂവെളിച്ചം കുരുന്ന് ഹൃദയങ്ങളിൽ പകർത്തിക്കൊണ്ട് ALP സ്കൂൾ കോട്ടക്കുന്നിന്റെ മണ്ണിൽ പ്രശോഭിതമായിട്ട് 104 വർഷങ്ങൾ പിന്നിടുന്നു. പാഠ്യേതര വിഷയങ്ങളിൽ വെന്നിക്കൊടി പാറിച്ച 2025-26 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് ആദരപൂർവം സമർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയം 1922 കോട്ടമ്മൽ തണ്ടുപാറക്കൽ ഹൈദർ ഹാജി എന്ന മഹാനാണ് നമ്മുടെ സ്കൂൾ സ്ഥാപിച്ചത്. ഇന്ന് 11 ഡിവിഷനുകളിലായി 296 കുട്ടികളും ഹെഡ് മാസ്റ്റർ ശ്രീപാൽ മാസ്റ്ററും 13 അധ്യാപകരും 3 അനധ്യാപകരും ഈ സ്കൂളിന്റെ ഭാഗവാക്കുകളാണ്. 2025 മെയ് 28 സ്റ്റാഫ് മീറ്റിംഗ് കൂടി സ്റ്റാഫ് കൗൺസിൽ രൂപീകരിക്കുകയും പ്രവർത്തനാസൂത്രണം നടത്തുകയും ചെയ്തു. സ്റ്റാഫ് സെക്രട്ടറിയായി ശ്രീമതി സുഹറ കെയും SRG കൺവീനറായി ശ്രീമതി മുനീറ ബീഖവും തിരഞ്ഞെടുക്കപ്പെട്ടു. 2025 ഓഗസ്റ്റ് 22 ഈ അധ്യയന വർഷത്തെ പുതിയ PTA MTA ഭാരവാഹികളെ തിരഞ്ഞെടുക്കുകയും PTA പ്രസിഡന്റായി ശ്രീ സുഹൈലും MTA പ്രസിഡന്റായി നിംസിയ ഇനാസ് എന്നിവരെയും തിരഞ്ഞെടുത്തു. പാഠ്യേതര പ്രവർത്തനങ്ങൾ മികവുകൾ. 2025 ജൂൺ 2 മുൻ PTA പ്രസിഡന്റ് ശ്രീ TP ഷംസുദ്ദീന്റെ അധ്യക്ഷതയിൽ പ്രവേശനോത്സവം നടന്നു. വാർഡ് മെമ്പർ ശ്രീമതി K സാബിറ ഉദ്ഘാടനം ചെയ്തു. നവാഗതരെ പായസവും ബാഗും സമ്മാനങ്ങളുമായി സ്വീകരിച്ചു. PTA കമ്മിറ്റിയുടെ പൂർണ്ണ പങ്കാളിത്തം ശ്രദ്ധേയമായി. എല്ലാ ദിവസവും പ്രാർത്ഥനയ്ക്കു ശേഷം മലയാളത്തിലും ഇംഗ്ലീഷിലും പ്രതിജ്ഞ ചൊല്ലാറുണ്ട്. ശേഷം അന്നേ ദിവസത്തെ പത്രങ്ങൾ ക്ലാസുകളിൽ വിതരണം നടത്തുകയും വായനയ്ക്ക് അവസരം നൽകുകയും ചെയ്യാറുണ്ട്. അധ്യയന ആരംഭത്തിൽ തന്നെ യൂണിഫോമും പുസ്തകങ്ങളും വിതരണം ചെയ്തു. സർക്കാർ പദ്ധതിയായ ഉച്ചഭക്ഷണം, സ്പെഷ്യൽ അരി, പാൽ, മുട്ട എന്നിവ 296 കുട്ടികൾക്കും നൽകി വരുന്നു. അലിഫ് ക്ലബിന്റെ നേതൃത്വത്തിൽ പച്ചക്കറികൾ, ഔഷധ സസ്യങ്ങൾ, പൂന്തോട്ടം എന്നിവ ഹദീക എന്ന നാമധേയത്തിൽ സംയുക്തമായി കൃഷി ചെയ്തു വരുന്നു. അധ്യാപക പരിശീലനങ്ങളിലൂടെ സജ്ജരാക്കപ്പെട്ട അധ്യാപകർ ക്ലാസ് മുറികളിലെ പ്രവർത്തനങ്ങൾക്ക് കരുത്തേകുന്നു. കൃത്യമായ ഇടവേളകളിൽ SRG കൂടുകയും ക്ലാസ് പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നു. 1-2 ക്ലാസുകളിൽ സംയുക്ത ഡയറി, കാർട്ടൂൺ ഡയറി, പാട്ടരങ്ങ്, കുഞ്ഞു വർത്തമാനം, കുഞ്ഞെഴുത്ത്, വായനക്കാർഡ് വായന എന്നിവ നടത്തപ്പെട്ടു. ICT സാധ്യത ഉപയോഗപ്പെടുത്തിയുള്ള പഠനം കുട്ടികൾക്ക് ആസ്വാദ്യകരമാണ്. സ്കൂൾ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി നിശ്ചിത ഇടവേളകളിൽ സ്റ്റാഫ് കൗൺസിൽ, PTA എന്നിവ നടക്കാറുണ്ട്. പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക പരിശീലനവും 19 കുട്ടികൾക്ക് CM കിഡ്സ് സ്കോളർഷിപ്പ് പരിശീലനവും നടത്തിവരുന്നു. കഴിഞ്ഞ വർഷം LSS സ്കോളർഷിപ്പ് നേടിയ അംന ഫാത്തിമ CM, സന MK എന്നീ കുട്ടികളെ ആദരിച്ചു. പരിസ്ഥിതി ദിനം, വായനാ ദിനം, ലഹരി വിരുദ്ധ ദിനം, ചാന്ദ്ര ദിനം, സ്വാതന്ത്ര്യ ദിനം, ഹിരോഷിമ നാഗസാക്കി ദിനം, ശിശുദിനം, റിപ്പബ്ലിക് ദിനം, ഗാന്ധി ജയന്തി, ബഷീർ ദിനം എന്നീ ദിനാചരണങ്ങളും ഓണം, പെരുന്നാൾ, ക്രിസ്തുമസ് എന്നിവയും സമുചിതമായി ആഘോഷിച്ചു. കുട്ടികളുടെ സർവോന്മുഖമായ വളർച്ചയ്ക്ക് ഉതകുന്ന വിവിധ പരിപാടികൾ നടത്തിവരുന്നു. അതിൽ എടുത്തു പറയാവുന്ന ഒന്നാണ് അലിഫ് ക്ലബിന്റെ പ്രവർത്തനം. 2025-26 വർഷത്തിലെ ഓണാഘോഷ പരിപാടിയുമായി ബന്ധപ്പെട്ട് നിർധനരായ ആളുകൾക്ക് അലിഫ് ക്ലബും നല്ല പാഠവും സംയുക്തമായി ചേർന്ന് ഓണപ്പുടവ വിതരണം ചെയ്തു. ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ വിജയിച്ച വാർഡ് മെമ്പർ ശ്രീ മുഹമ്മദ് ഷാമിനെ നല്ല പാഠം ക്ലബിന്റെ കീഴിൽ ആദരിച്ചു. ഡിസംബർ 18 ലോക അന്താരാഷ്ട്ര അറബി ദിനത്തോടനുബന്ധിച്ച് കുട്ടികൾക്ക് സ്കൂൾ സപ്ലിമെന്റ് പുറത്തിറക്കി. ബഹുമാനപ്പെട്ട MLA ശ്രീ AP അനിൽകുമാർ അതിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചപ്പോൾ അത് വളരെ മികവുറ്റതായി തീർന്നു. പഠനത്തിൽ അടിസ്ഥാന കഴിവുകൾ ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി വായനാ കൊട്ടാരം ഉൾപ്പെടെ വിവിധ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. പഠന പ്രവർത്തനങ്ങളോടൊപ്പം കല, കായിക, ശാസ്ത്രമേളകളിൽ കുട്ടികളെ പങ്കെടുപ്പിച്ചു. പഞ്ചായത്ത് കലാമേളകളിൽ വിവിധ ഇനങ്ങളിൽ A ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും തുടർന്ന് നടന്ന സബ് ജില്ലാ മേളയിൽ പാർവതി, മുഹമ്മദ് ഷമീം, മുഹമ്മദ് ഇഷാൻ എന്നിവർ മികച്ച പ്രകടനം കാഴ്ചവെച്ച് A ഗ്രേഡുകൾ കരസ്ഥമാക്കി. കുട്ടികളിലെ
സൃഷ്ടിപരമായ കഴിവുകൾ വികസിപ്പിക്കുകയും ശാരീരിക ക്ഷമതയും സംഘബോധവും വളർത്തുക എന്ന ഉദ്ദേശത്തോടെ നടത്തിയ കായികമേളയിലൂടെ കുട്ടികളിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചു. തുടർന്നു നടന്ന സബ് ജില്ലാ കായികമേളയിൽ 14 കുട്ടികൾ ജില്ലാ കായികമേളയിൽ പങ്കെടുത്തു. വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ കുട്ടികളുടെ വായന, എഴുത്ത്, കലാപരമായ കഴിവുകൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെ ഒരു ചിത്രരചനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. പോരൂർ സ്കൂൾ അധ്യാപകൻ ഷമീം സാർ നേതൃത്വം നൽകിയ ക്യാമ്പിൽ 3-4 ക്ലാസ്സിലെ കുട്ടികൾ പങ്കെടുത്തു. ഇതിലൂടെ കുട്ടികളുടെ സൃഷ്ടിപരമായ ചിന്തക്കും ആത്മവിശ്വാസത്തിനും ഉത്തേജനം നൽകാൻ സാധിച്ചു. സബ് ജില്ലാ ശാസ്ത്രമേളയിൽ പോസ്റ്റർ ഡിസൈനിംഗ് മത്സരത്തിൽ മുഹമ്മദ് ഇഷാൻ 2ാം സ്ഥാനവും, തുന്നലിൽ ഹിന പി 2ാം സ്ഥാനവും, പാവനിർമ്മാണ മത്സരത്തിൽ ലൈബ KT 3ാം സ്ഥാനവും, ബുക്ക് ബൈൻഡിംഗ് മത്സരത്തിൽ മുഹമ്മദ് ഷാൻസി 3ാം സ്ഥാനവും കരസ്ഥമാക്കി മികച്ച പ്രകടനം കാഴ്ചവെച്ചു. മറ്റു മത്സരങ്ങളിൽ പങ്കെടുത്ത റജ ഫാത്തിമ, റിദ ഫാത്തിമ, ഇഷ ഫാത്തിമ, ഹെസ ഫാത്തിമ, അല സൈനബ്, യാസിദ്, നഹാൻ, ഫൈഹ ഫാത്തിമ, അഖിൽ കൃഷ്ണ, മുഹമ്മദ് ഷമീം, നസ്വിൻ, ഹാഫിൽ റഹ്മാൻ, ഫൈസാൻ എന്നിവർക്കും ഗ്രേഡുകൾ നേടാനായി. സംസ്ഥാന അലിഫ് ക്ലബിന്റെ കീഴിൽ നടത്തിയ ക്വിസ് മത്സരത്തിൽ ഉപജില്ലയിൽ തുടർച്ചയായി 1ാം സ്ഥാനവും ജില്ലാതലത്തിൽ 2ാം സ്ഥാനവും നേടാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ കുട്ടികളിൽ തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പരിചിതമാക്കാൻ സഹായകരമായി. ഇലക്ഷനിൽ മുഹമ്മദ് ഇഷാനെ സ്കൂൾ ലീഡറായി തിരഞ്ഞെടുത്തു. കുട്ടികളിൽ വായനാശീലം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ക്ലാസ് മുറികളിൽ പത്രവായന നടത്തുകയും മികവാർന്ന ലൈബ്രറി സജ്ജമാക്കുകയും ചെയ്തിരുന്നു. മനോരമ, മാധ്യമം, ദേശാഭിമാനി ദിനപത്രങ്ങൾ സ്പോൺസർ ചെയ്ത ചെറുകോട് വനിതാ സഹകരണ സംഘം, കാരക്കാപ്പറമ്പ് ജമാഅത്ത് ഇസ്ലാമി യൂണിറ്റ്, പോരൂർ സർവീസ് സഹകരണ ബാങ്ക് എന്നിവരെ നന്ദിയോടെ ഓർക്കുന്നു. മാധ്യമം വെളിച്ചത്തിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന മലർവാടി മഴവില്ല് കളറിംഗ് മത്സരത്തിൽ നമ്മുടെ സ്കൂളിൽ നിന്നും പങ്കെടുത്ത ജസ മെഹ്സി UKG-A മികച്ച പ്രകടനം കാഴ്ചവെച്ച് ജില്ലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. KSTU സംഘടന നടത്തിയ CH പ്രതിഭാ ക്വിസിൽ ആദിദേവ് 1ാം സ്ഥാനവും, മുഹമ്മദ് ഇഷാൻ P 2ാം സ്ഥാനവും, അനന്യ P 3ാം സ്ഥാനവും കരസ്ഥമാക്കി. വണ്ടൂർ സബ് ജില്ലാതല അറബിക് മാഗസിൻ നിർമ്മാണത്തിൽ 2ാം സ്ഥാനം കരസ്ഥമാക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. 2025-26 അധ്യയന വർഷത്തിൽ പ്രീ പ്രൈമറി ക്ലാസുകൾക്ക് സ്റ്റേറ്റ് തലത്തിൽ നടത്തിയ ടാലന്റ് ടെസ്റ്റിൽ 70ഓളം കുട്ടികൾ പങ്കെടുക്കുകയും മികച്ച പ്രകടനം കാഴ്ചവെച്ച് വിജയിക്കുകയും ചെയ്തു. ഇതിൽ നിന്ന് മുഹമ്മദ് ഐസാൻ C 1ാം റാങ്കും, ഷമ്മാസ് K 2ാം റാങ്കും, ഫാമിസ് 3ാം റാങ്കും നേടി. UKG-യിൽ നിന്ന് ഇഷൽ മറിയം, ദിജുവ T എന്നിവർ 1ാം റാങ്കും, നസ മെഹ്സിൻ, റിസ മറിയം, അമയ കൃഷ്ണ എന്നിവർ 2ാം റാങ്കും, ജസ മെഹ്സി, ഫൈസ ഫാത്തിമ എന്നിവർ 3ാം റാങ്കും കരസ്ഥമാക്കി. ഈ വർഷം സ്കൂളിൽ നിന്നും ഊട്ടി, തേക്ക് മ്യൂസിയം, തേക്ക് ഫൺ എന്നിവിടങ്ങളിലേക്ക് നടത്തിയ പഠന വിനോദയാത്രകൾ കുട്ടികളുടെ മാനസികോല്ലാസത്തിന് ഏറെ സഹായകരമായി. നന്ദി. 104 വർഷങ്ങൾ പിന്നിടുന്ന നമ്മുടെ വിദ്യാലയത്തിന്റെ യശസ് ഉയർത്തുവാൻ പ്രചോദനമേകുന്ന നമ്മോടൊപ്പമുള്ള കേരള വിദ്യാഭ്യാസ വകുപ്പ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, BRC, പോരൂർ ഗ്രാമപഞ്ചായത്ത് മാനേജ്മെന്റ് എന്നീ സമസ്ത മേഖലകൾക്കും നന്ദി അർപ്പിക്കുന്നു. നമ്മുടെ വിദ്യാലയത്തിലെ കുഞ്ഞുങ്ങളുടെ സമഗ്ര വികസനത്തിന് നമ്മോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന PTA, MTA അംഗങ്ങൾക്കും സ്കൂളിന്റെ ആവശ്യ സന്ദർഭങ്ങളിൽ നിർലോഭമായ സഹകരണങ്ങൾ നൽകുകയും ചെയ്യുന്ന എല്ലാ രക്ഷിതാക്കൾക്കും 1000 നന്ദി. നമ്മുടെ സ്കൂളിനെ നയിക്കുന്ന പ്രധാന അധ്യാപകൻ ശ്രീപാൽ മാസ്റ്ററിനും അധ്യാപക സുഹൃത്തുക്കൾക്കും അഗൈതവമായ നന്ദി. ഞങ്ങളുടെ കുട്ടികളെ സുരക്ഷിതരായി സ്കൂളിലേക്കും തിരിച്ച് വീട്ടിലേക്കും എത്തിക്കുന്ന വാഹന ഡ്രൈവർമാർക്കും നന്ദി. ഞങ്ങളുടെ കുട്ടികൾക്ക് ഭക്ഷണം വൃത്തിയോടെയും രുചിയോടെയും ഒരുക്കി നൽകുന്ന ശ്രീമതി സുനിതയ്ക്കും നന്ദി. പ്രീ പ്രൈമറി കുരുന്നുകളുടെ ആവശ്യ ഘടകങ്ങൾ ഭംഗിയായി നിർവഹിക്കുന്ന ശ്രീമതി രഞ്ജിനിക്കും സ്കൂൾ അങ്കണം ഭംഗിയിലും വൃത്തിയിലും ഒരുക്കുന്ന ശ്രീമതി കല്യാണിക്കും അഭ്യുദയകാംക്ഷികളായ നാട്ടുകാർക്കും നന്ദി. 3 പതിറ്റാണ്ടിലേറെയായി കോട്ടക്കുന്നുകാർക്ക് വിദ്യയുടെ ആദ്യാക്ഷരങ്ങൾ പകർന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രധാന അധ്യാപകനായ KL ശ്രീപാൽ മാസ്റ്ററും സുഹറ ടീച്ചറും രവീന്ദ്രൻ മാസ്റ്ററും ഈ അധ്യാപന വർഷത്തോടെ ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ നൽകിയ സേവനങ്ങൾ എന്നും സ്മരണീയമായിരിക്കും. നിങ്ങളുടെ പരിശ്രമവും സമർപ്പണവും ഞങ്ങൾക്ക് എന്നും പ്രചോദനമാണ്. പുതിയ തുടക്കങ്ങൾക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ.